ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ എടുക്കാം. അതിനകത്തേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഏതെണ്ണയിൽ വേണമെങ്കിലും നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ പിന്നെ ഒരുപാട് അധികമൊന്നും വേണ്ട, നല്ല രീതിയിൽ 4 സ്പൂൺ വെളിച്ചെണ്ണ മതിയായിരിക്കും. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എണ്ണയിൽ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി. വറുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് മൊരിയിച്ചെടുക്കുക ഒരു സൈഡ്. അതിനുശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ച് മറ്റേ സൈഡും പെട്ടെന്ന് മൊരിയിച്ചെടുക്കുക. അങ്ങനെ 2 സൈഡും മൊരിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം. മറ്റു പാത്രങ്ങളാകുമ്പോൾ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ മൂടി വയ്ക്കാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളം കൊണ്ട് വെന്ത് വരും. എന്നാൽ മൊരിഞ്ഞിരിക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് വാങ്ങിക്കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റും ആയിരിക്കും, എന്നാൽ നല്ല മൊരിഞ്ഞതും ആയിരിക്കും. നമ്മുടെ ഒരു അൽഫാമിൻ്റെയും ആ ഒരു ചിക്കൻ്റെ ഒരു രീതിയിലേക്ക് നല്ല. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന അരി കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടാക്കിയിട്ട് അതിൽ ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 സ്പൂണിൻ്റെ അടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് അരി ഇടുക. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. ഇനി ഇതിനകത്തേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക അതിടുക. വേറെ ഉള്ളിയോ അങ്ങനെ വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കുക്കറിൽ ഒഴിക്കുന്ന അളവ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കീമ റൈസ്, ജീരകശാല റൈസാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതാ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഓപ്ഷണൽ മാത്രമാണ്, ബിരിയാണി എസൻസ് ഉപയോഗിക്കാം. ബിരിയാണി എസൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡ്രോപ്പ് അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. നമുക്കത് ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഉപ്പ് ചേർക്കണം. ഉപ്പ് കുറച്ചും കൂടി നിൽക്കണം. കറക്റ്റ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് വാങ്ങുമ്പോഴേക്കും ഉപ്പ് ഇച്ചിരി കുറവായിരിക്കും. ഞാൻ ഇതിനകത്ത് ഉപ്പിടുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയി. ഉപ്പ് പാകത്തിന് ചേർക്കണം. അത് കഴിഞ്ഞ് ഫ്ലെയിം കൂട്ടി വെച്ച് ഒറ്റ വിസിലിൽ വേണം വാങ്ങിയെടുക്കാൻ. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ഓഫാക്കണം. ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടത് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് സവോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ആണ് ആവശ്യം. പാൻ ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് സവോള ആദ്യം ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം. ഉപ്പ് ചേർത്താൽ സവോള പെട്ടെന്ന് വാടി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പം പെട്ടെന്ന് വാടിക്കിട്ടും. നമുക്ക് ഒരുപാട് വഴറ്റി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത ശേഷം ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയ ശേഷം മൂടി വയ്ക്കാം. വീണ്ടും മൂടി തുറന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിൻ്റെ പകുതി ചേർക്കാം. മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി വഴറ്റുക. അതിനുശേഷം മൂടി അടച്ചു വെച്ച് നമുക്കത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം.
ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് വെന്ത് കിട്ടും, നല്ല സോഫ്റ്റ് ആവും സവോള. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ചേർക്കുക. ചിക്കനും ചിക്കൻ്റെ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വറുത്ത ഓയിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കതിനകത്തേക്ക് ബാക്കിയുള്ള ആദ്യം മാറ്റി വെച്ചിരുന്നല്ലോ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ ചതച്ചത് അതും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അരി ഇട്ടിട്ട് ദം ചെയ്തെടുക്കുക. ഇവിടെ ദം ചെയ്യാൻ ഞാൻ മറ്റേ പുതിനയോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കുറച്ച് നെയ്യ് മാത്രം അതിൻ്റെ മുകളിൽ ഒഴിക്കുക. അതിനുശേഷം മൂടി വെച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കുക. അപ്പോഴത്തേനും നല്ല രീതിയിൽ ദമ്മായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല മലബാർ ബിരിയാണിയാണിത്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെത്. നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ആ ചിക്കൻ വറക്കുന്ന ഒരു സമയം അത് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസിയായ സ്വാദിഷ്ടമായ മലബാർ ബിരിയാണിയാണിത്.